ശാന്തി 7/9/25 പ്രഭാതമുരളി അഭ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2006 മധുബൻ. ദൃഢതയിലൂടെയും പരിവർത്തന ശക്തിയിലൂടെയും കാരണവും സമസ്യയും എന്ന വാക്കുകൾക്ക് വിട നൽകി നിവാരണത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും സ്വരൂപമാകൂ. ഇന്ന് നവയുഗ രചയിതാവായ ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് നവവർഷത്തിൻ്റെയും നവയുഗത്തിൻ്റെയും രണ്ടിൻ്റെയും ആശംസകൾ നൽകുവാൻ വന്നിരിക്കുകയാണ്. 4 ഭാഗത്തുമുള്ള കുട്ടികളും ആശംസകൾ നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. കേവലം നവവർഷത്തിൻ്റെ ആശംസകൾ നൽകുവാൻ വന്നിരിക്കുകയാണോ, അതോ നവയുഗത്തിൻ്റെയും ആശംസകൾ നൽകുവാൻ വന്നിരിക്കുകയാണോ? ഏതുപോലെ നവവർഷത്തിൻ്റെ സന്തോഷമുണ്ടാകുന്നു, സന്തോഷങ്ങൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങൾക്ക് നവയുഗത്തിൻ്റെയും ഇത്രയും ഓർമ്മയുണ്ടോ? നവയുഗം നയനങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞുവോ? ഏതുപോലെ നവവർഷത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നു എന്ന് ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തൻ്റെ നവയുഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നു എന്ന് ഇത്രയും അനുഭവിക്കുന്നുണ്ടോ? ആ നവയുഗത്തിൻ്റെ സ്മൃതി ഇത്രയും സമീപം വരുന്നുണ്ടോ? ആ ശരീരമാകുന്ന തൻ്റെ തിളങ്ങുന്ന ഡ്രസ് മുന്നിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ബാബ്ദാദ ഡബിൾ ആശംസകൾ നൽകുന്നു. കുട്ടികളുടെ മനസ്സിലും നയനങ്ങളിലും നവയുഗത്തിൻ്റെ സീനറികൾ എമർജാണ്. തൻ്റെ നവയുഗത്തിൽ ശരീരം, മനസ്സ്, ധനം, ജന്മം എത്ര ശ്രേഷ്ഠമാണ്! സർവപ്രാപ്തികളുടെയും കലവറയാണ്. ഇന്ന് പഴയ ലോകത്തിലാണ്. ഇപ്പോൾ തന്നെ തൻ്റെ രാജ്യത്തിലാകും എന്ന സന്തോഷമുണ്ട്. തൻ്റെ രാജ്യം ഓർമ്മയുണ്ടോ? ഏതുപോലെ ഇന്ന് ഡബിൾ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. പഴയതിന് വിട നൽകുവാനും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നൽകുവാനും വന്നിരിക്കുന്നു. അപ്പോൾ കേവലം പഴയ വർഷത്തിന് വിട നൽകാൻ വന്നിരിക്കുകയാണോ, അതോ പഴയ ലോകത്തിലെ പഴയ സംസ്കാരം, പഴയ സ്വഭാവം, പഴയ പെരുമാറ്റ രീതികൾ അതിനും വിട നൽകുവാൻ വന്നിരിക്കുകയാണോ? പഴയ വർഷത്തിന് വിട നൽകുന്നത് സഹജമാണ്. എന്നാൽ പഴയ സംസ്കാരത്തിന് വിട നൽകുന്നതും ഇത്രയും സഹജമായി തോന്നുന്നുണ്ടോ? എന്ത് മനസ്സിലാക്കുന്നു? മായയ്ക്കും വിട നൽകുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണോ, അതോ വർഷത്തിന് വിട നൽകുന്നതിനായി വന്നിരിക്കുകയാണോ? വിട നൽകണമല്ലോ. അതോ മായയോട് അല്പം സ്നേഹമുണ്ടോ? കുറച്ചൊക്കെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ബാബ്ദാദ ഇന്ന് 4 ഭാഗത്തുമുള്ള കുട്ടികളെ കൊണ്ട് പഴയ സംസ്കാര സ്വഭാവത്തിൽ നിന്നും വിട വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു. നൽകാൻ സാധിക്കുമോ? ധൈര്യമുണ്ടോ? അതോ വിട നൽകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പിന്നെ മായ വന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇന്നത്തെ ദിവസം ദൃഢസങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് പഴയ സംസ്കാരത്തിന് വിട നൽകി നവയുഗത്തിൻ്റെ സംസ്കാരത്തിന് ജീവിതത്തെ അനുമോദനങ്ങൾ നൽകുന്നതിനുള്ള ധൈര്യമുണ്ടോ? സാധ്യമാണ്, സാധ്യമാണ്, അഥവാ നടക്കുക തന്നെ വേണം എന്നാര് മനസ്സിലാക്കുന്നു? ധൈര്യമുള്ളവരാണോ? ധൈര്യമുണ്ട് എന്നാര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ധൈര്യമുണ്ടോ? ശരി, ആരാണോ ഉയർത്താത്തത് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ? ഡബിൾ ഫോറിനേഴ്സ് കൈ ഉയർത്തി. ആരിൽ ധൈര്യമുണ്ടോ അവർ കൈ ഉയർത്തൂ. എല്ലാവരുമല്ല. ശരി, ഡബിൾ ഫോറിനേഴ്സ് സമർത്ഥരാണ്. ഡബിൾ ലഹരി ഉണ്ടല്ലോ. അതിനാൽ നോക്കണം, ബാബ്ദാദ ഓരോ മാസവും റിസൾട്ട് നോക്കും. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. ധൈര്യമുള്ള കുട്ടികളാണ്. കൗശലപൂർവം ഉത്തരം നൽകുന്ന കുട്ടികളാണ്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ധൈര്യത്തിൻ്റെ ഒരു ചുവടിന് ബാബയുടെ 1000 ചുവടുകളുടെ സഹായം ലഭിക്കുക തന്നെ വേണം എന്ന് അറിയുന്നുണ്ട്. അധികാരിയാണ്.
1000 ചുവടുകളുടെ സഹായിയുടെ അധികാരിയാണ്. കേവലം ധൈര്യത്തെ മായ കുലുക്കുന്നതിനായി ശ്രമിക്കുന്നു. ബാബ്ദാദ കാണുന്നുണ്ട്, നല്ല ധൈര്യം വയ്ക്കുന്നു. ബാബ്ദാദ ഹൃദയപൂർവ്വം ആശംസകളും നൽകുന്നു. പക്ഷേ ധൈര്യം വയ്ക്കുന്നു, പിന്നെ അതിനോടൊപ്പം തൻ്റെ ഉള്ളിൽ തന്നെ വ്യർത്ഥ സങ്കല്പം ഉൽപ്പന്നമാക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടക്കേണ്ടതാണ്, തീർച്ചയായും ചെയ്യും. അറിയില്ല എന്ന സങ്കല്പം വരുന്നത് ധൈര്യത്തെ ദുർബലമാക്കുന്നു. ഉണ്ട് എന്നത് വരുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതുണ്ട്, മുന്നോട്ട് പറക്കേണ്ടതുണ്ട്. ഇത് ധൈര്യത്തെ കുലുക്കുന്നു. ഉണ്ട് എന്ന് ചിന്തിക്കരുത്, ചെയ്യുക തന്നെ വേണം. എന്തുകൊണ്ട് നടക്കില്ല? ബാബ കൂടെയുണ്ട് എന്നിരിക്കെ ബാബയുടെ കൂട്ട് ഉണ്ടായിരിക്കുമെങ്കിൽ ഉണ്ട് എന്നത് വരിക സാധ്യമല്ല. അപ്പോൾ ഈ നവവർഷത്തിൽ ഏതൊരു നവീനത ചെയ്യും? ധൈര്യത്തിൻ്റെ പാദത്തെ ശക്തമാക്കൂ. ധൈര്യത്തിൻ്റെ പാദം ഈ വിധം ശക്തമാക്കൂ, അതിലൂടെ മായ സ്വയം കുലുങ്ങിപ്പോകണം, എന്നാൽ പാദം കുലുങ്ങരുത്. അപ്പോൾ നവവർഷത്തിൽ നവീനത ചെയ്യുമോ? അതോ ഏതുപോലെ ചിലപ്പോൾ കുലുങ്ങുന്നു, ചിലപ്പോൾ ശക്തമായിരിക്കുന്നു? ഇങ്ങനെ ചെയ്യുകയില്ലല്ലോ. നിങ്ങൾ ഏവരുടെയും കർത്തവ്യം അഥവാ ഓക്കുപേഷൻ എന്താണ്? സ്വയം തന്നെ എന്താണ് പറയുന്നത്? ഓർമ്മിക്കൂ. വിശ്വമംഗളകാരി, വിശ്വപരിവർത്തകൻ, ഇത് താങ്കളുടെ ഓക്കുപേഷൻ ആണല്ലോ. അപ്പോൾ ബാബ്ദാദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മധുരമധുരമായ ചിരി വരുന്നു. വിശ്വപരിവർത്തകൻ എന്ന ടൈറ്റിൽ ഉണ്ടല്ലോ. വിശ്വപരിവർത്തകനാണോ അതോ ലണ്ടൻ പരിവർത്തകൻ, ഇന്ത്യ പരിവർത്തകൻ ആണോ? വിശ്വപരിവർത്തകരാണല്ലോ. എല്ലാവരുമാണോ? ഗ്രാമത്തിൽ വസിക്കുന്നവരായാലും ലണ്ടനിലായാലും അമേരിക്കയിൽ വസിക്കുന്നവരായാലും വിശ്വമംഗളകാരിയാണല്ലോ. ആണെങ്കിൽ തലകുലുക്കൂ, ഉറപ്പാണല്ലോ. അതോ 75% ആണോ? 75% വിശ്വമംഗളകാരിയും 25% ഇളവുണ്ട്, ഇങ്ങനെയാണോ? താങ്കളുടെ ചലഞ്ച് എന്താണ്? പ്രകൃതിയെയും ചലഞ്ച് ചെയ്തു, പ്രകൃതിയെയും പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം എന്ന്. അപ്പോൾ തൻ്റെ ഓക്കുപേഷൻ ഓർമ്മിക്കൂ. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കാര്യത്തിനും ചിന്തിക്കുന്നു. ചെയ്യുവാൻ പാടില്ലാത്തതാണ്, പക്ഷേ സംഭവിച്ചു പോകുന്നു. അപ്പോൾ വിശ്വപരിവർത്തകന്, പ്രകൃതി പരിവർത്തകന് സ്വപരിവർത്തകൻ ആകാൻ സാധിക്കില്ലേ? ശക്തിസേന എന്താണ് ചിന്തിക്കുന്നത്? ഈ വർഷത്തിൽ വിശ്വപരിവർത്തകൻ്റെ തൻ്റെ ഓക്കുപേഷൻ ഓർമ്മ വയ്ക്കണം. സ്വയം പ്രതി അഥവാ തൻ്റെ ബ്രാഹ്മണ പരിവാരത്തെ പ്രതിയും പരിവർത്തകനാകണം. കാരണം ആദ്യം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണല്ലോ. അപ്പോൾ തൻ്റെ ഓക്കുപേഷൻ്റെ പ്രാക്ടിക്കൽ സ്വരൂപം പ്രത്യക്ഷമാക്കുന്നുണ്ടല്ലോ. സ്വപരിവർത്തനം ഏതൊന്നാണോ സ്വയവും ആഗ്രഹിക്കുന്നത്, ബാബ്ദാദയും ആഗ്രഹിക്കുന്നത് അറിയുന്നുണ്ടല്ലോ. ബാബ്ദാദ ചോദിക്കുന്നു, നിങ്ങളെല്ലാ കുട്ടികളുടെയും ലക്ഷ്യം എന്താണ്? അപ്പോൾ മെജോറിറ്റി ഒരേ ഉത്തരം നൽകുന്നു, ബാബ് സമാൻ ആകണം. ശരിയാണല്ലോ. ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണമല്ലോ. അതോ നോക്കാം, ചിന്തിക്കട്ടെ എന്നാണോ? അപ്പോൾ ബാബയും ഇതാണ് ആഗ്രഹിക്കുന്നത്. ഈ നവവർഷത്തിൽ 70 വർഷം പൂർത്തിയാവുകയാണ്, അതായത് 2006. ഇപ്പോൾ 71ാം വർഷത്തിൽ ഏതെങ്കിലും അതിശയം ചെയ്ത് കാണിക്കൂ. എല്ലാവരും ഇത്രയും സേവനത്തിൻ്റെ ഉന്മേഷത്തിൽ ഭിന്ന ഭിന്ന പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, സഫലവും ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ്ദാദയ്ക്ക് സന്തോഷവും ഉണ്ടാകുന്നു. ഏതൊരു പ്രയത്നം ചെയ്യുന്നുവോ അതിൻ്റെ സഫലത ലഭിക്കുന്നു, വ്യർത്ഥമായി പോകുന്നില്ല. എന്നാൽ സേവനം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അപ്പോൾ എന്ത് ഉത്തരമാണ് നൽകുന്നത്? ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ബാബ ഇന്ന് കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു, ബാബയെ പ്രത്യക്ഷമാക്കുക തന്നെ വേണം, ചെയ്യുക തന്നെ ചെയ്യും.
എന്നാൽ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് മുമ്പേ സ്വയം തന്നെ പ്രത്യക്ഷമാക്കൂ. പറയൂ, ശിവശക്തികൾ ഈ വർഷം ശിവശക്തിയുടെ രൂപത്തിൽ സ്വയം തന്നെ പ്രത്യക്ഷമാക്കുമോ, ആക്കുമോ? ജനക് പറയൂ, ചെയ്യുക തന്നെ വേണം. ചെയ്യുമോ? സഹചാരികളാണ് ആദ്യ ലൈനിലും രണ്ടാമത്തെ ലൈനിലും ഇരിക്കുന്ന ടീച്ചേഴ്സ് കൈ ഉയർത്തൂ. ഈ വർഷം ചെയ്ത് കാണിക്കും എന്നുള്ളവർ. ചെയ്യും എന്നല്ല, ചെയ്ത് കാണിക്കുക തന്നെ വേണം. ശരി, എല്ലാ ടീച്ചേഴ്സും ഉയർത്തിയോ അതോ ചിലർ ഉയർത്തിയില്ലേ? ശരി, മധുബനിലുള്ളവർ ചെയ്യുക തന്നെ വേണം. ചെയ്യേണ്ടി വരും, കാരണം മധുബൻ സമീപത്താണല്ലോ. തീയതി നോട്ട് ചെയ്യണം. 31-ാം തീയതിയാണ്. ടൈമും നോട്ട് ചെയ്യണം. 9:20. പിന്നെ പാണ്ഡവസേന. പാണ്ഡവർ എന്തു ചെയ്ത് കാണിക്കും? വിജയി പാണ്ഡവർ. ഇടയ്ക്കിടയ്ക്ക് വിജയിയല്ല, വിജയിയായ പാണ്ഡവർ തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഇങ്ങനെയായി കാണിക്കുമോ അതോ ഇങ്ങനെ പറയുമോ? എന്ത് ചെയ്യട്ടെ, മായ വന്നുവല്ലോ. ആഗ്രഹിച്ചിരുന്നില്ല, വന്നു. ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, മായ തൻ്റെ ലാസ്റ്റ് ടൈം വരെയും വരുന്നത് നിർത്തുകയില്ല. എന്നാൽ മായയുടെ ജോലിയാണ് വരിക എന്നത്. താങ്കളുടെ ജോലി എന്താണ്? വിജയി ആവുക. അപ്പോൾ ഇത് ചിന്തിക്കരുത്, ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ മായ വന്നു പോകുന്നു, സംഭവിച്ചു പോകുന്നു എന്നെല്ലാം. ഇപ്പോൾ ബാബ്ദാദ ഈ വർഷത്തിൻ്റെ കൂടെ ഈ വാക്കുകൾക്കും വിട പറയിക്കുവാൻ ആഗ്രഹിക്കുന്നു. 12 മണിക്ക് ഈ വർഷത്തിന് വിട നൽകുമല്ലോ. അപ്പോൾ മണി മുഴങ്ങുമല്ലോ. ഇന്ന് എപ്പോഴാണോ മണി മുഴക്കുന്നത്, അപ്പോൾ എന്തിൻ്റെ മണി മുഴക്കും? ദിവസത്തിൻ്റെയും വർഷത്തിൻ്റെയും ആണോ അതോ മായയ്ക്ക് വിട നൽകുന്നതിൻ്റെ മണി മുഴക്കണമോ? 2 കാര്യങ്ങളുണ്ട്. ഒന്നാണ് പരിവർത്തന ശക്തി, അതിൻ്റെ ദൗർബല്യമുണ്ട്. പ്ലാൻ വളരെ നന്നായി ഉണ്ടാക്കുന്നു, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ബാബ്ദാദയും സന്തോഷിക്കുന്നു, വളരെ നല്ല പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ പരിവർത്തന ശക്തിയുടെ കുറവുള്ളത് കാരണം അല്പം പരിവർത്തനം ഉണ്ടാകുന്നു, അല്പം അവശേഷിക്കുന്നു. രണ്ടാമത്തെ കുറവാണ് ദൃഢതയുടേത്. നല്ല നല്ല സങ്കല്പം എടുക്കുന്നു. ഇന്നും നോക്കൂ, എത്ര കാർഡ്, എത്ര ഫലം, റിസൾട്ട്, എത്ര വാഗ്ദാനങ്ങൾ കണ്ടു. ബാബ്ദാദ കണ്ടു, ധാരാളം നല്ല നല്ല കത്തുകൾ വന്നിരിക്കുകയാണ്. കാർഡും കത്തുമെല്ലാം സ്റ്റേജിൽ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ചെയ്യും, കാണിക്കും, നടക്കുക തന്നെ വേണം, ആവുക തന്നെ വേണം. കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ എല്ലാം ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. താങ്കൾ മുന്നിലിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ശബ്ദവും ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ഇപ്പോൾ ബാബ്ദാദ ഈ 2 ശക്തികളുടെ മേൽ അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. ഒന്ന്, ദൃഢതയുടെ കുറവ് വരുന്നു. കുറവിൻ്റെ കാരണമാണ് അലക്ഷ്യം, മറ്റുള്ളവരെ നോക്കുന്നതിൻ്റേത്. നടന്നുകൊള്ളും, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും, തീർച്ചയായും ചെയ്യും. ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ വർഷം ഒരു വാക്കിന് സദാകാലത്തേക്ക് വിട നൽകൂ. അത് ഏതാണ്? പറയട്ടെ, നൽകേണ്ടി വരും. ഈ വർഷം ബാബ്ദാദ കാരണം എന്ന വാക്കിനെ വിട പറയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിവാരണം ഉണ്ടാകണം. കാരണം സമാപ്തം, സമസ്യ സമാപ്തം, പരിഹാര സ്വരൂപം. സ്വയം തൻ്റെ കാരണമായാലും സഹചാരികളുടെ കാരണമായാലും സംഘടനയുടെ കാരണമായാലും സർക്കംസ്റ്റൻസിൻ്റെ കാരണം ആയാലും ബ്രാഹ്മണരുടെ ഡിക്ഷണറിയിൽ കാരണം എന്ന വാക്ക്, സമസ്യ എന്ന വാക്ക് പരിവർത്തനപ്പെടണം. പരിഹാരവും നിവാരണവും ഉണ്ടാകണം. കാരണം വളരെ പേർ ഇന്ന് അമൃതവേളയിലും
ബാബ്ദാദയുമായി ആത്മീയ സംഭാഷണത്തിൽ ഈ കാര്യങ്ങളാണ് സംസാരിച്ചത്. നവവർഷത്തിൽ എന്തെങ്കിലും നവീനത ചെയ്യുമെന്ന് ബാബ്ദാദ ആഗ്രഹിക്കുന്നു. ഈ നവവർഷം ഇങ്ങനെ ആഘോഷിക്കൂ. ഇതിൽ ഈ 2 വാക്കുകൾ സമാപ്തമാകട്ടെ. പരോപകാരിയാകൂ. സ്വയം കാരണമാകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കാരണമാകുന്നു. എന്നാൽ പരോപകാരിയായ ആത്മാവായി, ദയാഹൃദയരായ ആത്മാവായി, ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ഹൃദയമുള്ളവരായി സഹയോഗം നൽകൂ, സ്നേഹം എടുക്കൂ. അപ്പോൾ ഈ നവവർഷത്തെ എന്ത് പേര് നൽകും? മുൻപ് ഓരോ വർഷത്തിനും പേര് നൽകുമായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ബാബ്ദാദ ഈ വർഷത്തിന് ശ്രേഷ്ഠ ശുഭസങ്കൽപ്പ, ദൃഢസങ്കൽപ്പ, സ്നേഹ സഹയോഗ സങ്കൽപ്പ വർഷം, ഇത് പേരല്ല, എന്നാൽ ഇങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ദൃഢതയുടെ ശക്തിയെയും പരിവർത്തനത്തിൻ്റെ ശക്തിയെയും സദാ കൂട്ടുകാരാക്കൂ. ആര് എന്ത് നെഗറ്റീവ് നൽകിയാലും, ഏതുപോലെ താങ്കൾ മറ്റുള്ളവർക്ക് കോഴ്സ് എടുക്കുന്നു, നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ എന്ന്, എങ്കിൽ താങ്കൾക്ക് സ്വയം നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ലേ? മറ്റുള്ളവർ പരവശമാകുന്നു. പരവശമായവരിൽ ദയ കാണിക്കാറുണ്ട്. താങ്കളുടെ ജഡചിത്രം താങ്കളുടെ തന്നെ ചിത്രമാണല്ലോ. ഭാരതത്തിൽ ഡബിൾ ഫോറിനേഴ്സിൻ്റെയും ചിത്രമുണ്ടല്ലോ. അത് പൂജിക്കപ്പെടുന്നു. ദിൽവാല ക്ഷേത്രത്തിൽ തൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടല്ലോ. വളരെ നല്ലതാണ്. താങ്കളുടെ ജഡചിത്രങ്ങൾ ദയാഹൃദയരാണ്. ഏതെങ്കിലും ചിത്രത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ദയ കാണിക്കൂ, കൃപ കാണിക്കൂ, ദയ കാണിക്കൂ, മേഴ്സി മേഴ്സി. അപ്പോൾ സദാ ആദ്യം തൻ്റെ മേൽ ദയ കാണിക്കൂ, പിന്നെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ മേൽ ദയ കാണിക്കൂ. അഥവാ ആരെങ്കിലും പരവശമാണെങ്കിൽ, സംസ്കാരത്തിന് വശപ്പെട്ടവരാണെങ്കിൽ, ദുർബലരാണെങ്കിൽ, ആ സമയത്ത് അവിവേകിയായി മാറുന്നു. അപ്പോൾ ക്രോധിക്കരുത്. ക്രോധത്തിൻ്റെ റിപ്പോർട്ട് കൂടുതൽ വരുന്നു. ക്രോധമില്ലെങ്കിൽ അതിൻ്റെ സന്താനങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. ആധിപത്യം വരുന്നു. ഈ ആധിപത്യം ക്രോധത്തിൻ്റെ സന്താനമാണ്. അപ്പോൾ ഏതുപോലെ കുടുംബത്തിൽ ഇങ്ങനെ ആക്കാറുണ്ടല്ലോ. അതായത് മുതിർന്ന കുട്ടികളോട് സ്നേഹം കുറഞ്ഞു പോവുകയും പേരക്കുട്ടികളോടും അവരുടെ കുട്ടികളോടും സ്നേഹം കൂടുതൽ ഉണ്ടാകുന്നു. ക്രോധം അച്ഛനാണ്. ആധിപത്യവും തലകീഴായ ലഹരിയും വിഭിന്നമായതുണ്ട്. ബുദ്ധിയുടെ ലഹരി, ഡ്യൂട്ടിയുടെ ലഹരി, സേവനത്തിൻ്റെ ഏതെങ്കിലും വിശേഷ കർത്തവ്യത്തിൻ്റെ ലഹരി, ഇത് ആധിപത്യം ആകുന്നു. അപ്പോൾ ദയാലുവാകൂ, കൃപാലുവാകൂ. നോക്കൂ, നവവർഷത്തിൽ അന്യോന്യം വായി മധുരിതവുമാക്കുന്നു, ആശംസകളും നൽകുന്നു. അപ്പോൾ വായി മധുരിതവും ആക്കുന്നുവല്ലോ. അപ്പോൾ മുഴുവൻ വർഷവും കയ്പുള്ള സ്വഭാവം കാണിക്കരുത്. അവർ വായി മധുരിതമാക്കുന്നു. താങ്കൾ കേവലം വായി മധുരിതമാക്കുകയല്ല, എന്നാൽ താങ്കളുടെ മുഖവും മധുരമാകുന്നു. സദാ തൻ്റെ മുഖം ആത്മീയതയുടെ സ്നേഹത്തിൻ്റേതാകണം, പുഞ്ചിരിക്കുന്നതിൻ്റേതാകണം, കയ്പ് നിറഞ്ഞതാകരുത്. ഭൂരിഭാഗവും എപ്പോഴാണോ ബാബ്ദാദയുമായി ആത്മീയ സംഭാഷണം നടത്തുന്നത്, അപ്പോൾ തൻ്റെ സത്യമായ കാര്യം കേൾപ്പിക്കുന്നു. മറ്റാരും കേൾക്കുന്നതേയില്ല. അപ്പോൾ മെജോറിറ്റിയുടെയും റിസൾട്ടിൽ മറ്റു വികാരങ്ങളെ അപേക്ഷിച്ച് ക്രോധത്തിൻ്റെ കുട്ടികളുടെയോ റിപ്പോർട്ടാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ ബാബ്ദാദ ഈ വർഷത്തിൽ ഈ കയ്പ് സ്വഭാവം നീക്കം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പലരും തൻ്റെ വാഗ്ദാനവും എഴുതിയിരിക്കുകയാണ്. ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വന്നു പോകുന്നു. അപ്പോൾ ബാബ്ദാദ കാരണം കേൾപ്പിച്ചു. ദൃഢതയുടെ കുറവാണ്. ബാബയുടെ മുന്നിൽ സങ്കല്പത്തിലൂടെ പ്രതിജ്ഞയും എടുക്കുന്നു.
എന്നാൽ ദൃഢത ഇങ്ങനെയുള്ള ശക്തിയാണ്. ലോകത്തുള്ളവരും പറയുന്നു, ശരീരം പോയാലും വാഗ്ദാനം പോകരുത്. മരിക്കേണ്ടി വന്നാലും, കുനിയേണ്ടി വന്നാലും, മാറേണ്ടി വന്നാലും, സഹിക്കേണ്ടി വന്നാലും വചനത്തിൽ ദൃഢതയുള്ളവർ ഓരോ ചുവടിലും സഫലതാമൂർത്തിയാണ്. കാരണം ദൃഢത സഫലതയുടെ താക്കോലാണ്. ഈ താക്കോൽ എല്ലാവരുടെയും അടുക്കലുണ്ട്, എന്നാൽ വേണ്ട സമയത്ത് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ എന്താണ് അഭിപ്രായം? നവവർഷത്തിൽ നവീനത ചെയ്യുക തന്നെ വേണം. സ്വയം തൻ്റെയും സഹയോഗികളുടെയും വിശ്വപരിവർത്തനത്തിൻ്റെയും പിന്നിലുള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ചെയ്യണമല്ലോ. ആദ്യം മുതിർന്നവർ ചെയ്യുമല്ലോ, നമ്മൾ ചെറിയവരാണല്ലോ എന്ന് ചിന്തിക്കരുത്. ചെറിയവർ ബാബയ്ക്ക് സമാനമാണ്. ഓരോ കുട്ടിയും ബാബയുടെ അധികാരിയാണ്. ആദ്യത്തെ തവണയാണ് വരുന്നതെങ്കിൽ പോലും എൻ്റെ ബാബ എന്ന് പറഞ്ഞു. അപ്പോൾ അധികാരിയായി. ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിൻ്റെയും അധികാരി, സർവപ്രാപ്തികളുടെയും അധികാരി. ടീച്ചേഴ്സ് പരസ്പരം പ്രോഗ്രാംസ് ഉണ്ടാക്കണം. ഫോറിനിലുള്ളവരും ഉണ്ടാക്കണം, ഭാരതത്തിലുള്ളവരും ഒരുമിച്ച് ഉണ്ടാക്കണം. ബാബ്ദാദ പ്രൈസ് നൽകും. ഏത് സോൺ, ഫോറിനായാലും ഇന്ത്യ ആയാലും, ഏതൊരു സോൺ നമ്പർ 1 നേടുന്നുവോ അവർക്ക് ഗോൾഡൻ കപ്പ് നൽകും. കേവലം സ്വയം തന്നെ ആക്കിയാൽ പോരാ, കൂട്ടുകാരെയും ആക്കണം. കാരണം ബാബ്ദാദ കണ്ടു, കുട്ടികളുടെ പരിവർത്തനമില്ലാതെ വിശ്വത്തിൻ്റെ പരിവർത്തനവും അയഞ്ഞതായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാക്കൾ പുതിയ പുതിയ പ്രകാരത്തിലുള്ള ദുഃഖത്തിന് പാത്രമായിക്കൊണ്ടിരിക്കുന്നു. ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും പുതിയ പുതിയ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ ഇപ്പോൾ കുട്ടികളുടെ ദുഃഖത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് പരിവർത്തനം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹേ മാസ്റ്റർ, സുഖദാതാവായ കുട്ടികളെ, ദുഃഖിതരുടെ മേൽ ദയ കാണിക്കൂ. ഭക്തരും ഭക്തി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു. ഭക്തർക്കും മുക്തിയുടെ സമ്പത്ത് നേടിക്കൊടുക്കൂ. ദയ വരുന്നില്ലേ? തൻ്റെ തന്നെ സേവനത്തിൽ, തൻ്റെ തന്നെ ദിനചര്യയിൽ ബിസിയാണോ? നിമിത്തമാണ്. മുതിർന്നവരാണ് നിമിത്തം എന്നല്ല. ഓരോരോ കുട്ടിയും ആരാണോ എൻ്റെ ബാബ എന്ന് പറഞ്ഞത്, അംഗീകരിച്ചത്, അവരെല്ലാം നിമിത്തമാണ്. അപ്പോൾ നവവർഷത്തിൽ പരസ്പരം ഗിഫ്റ്റും നൽകുന്നുവല്ലോ. അപ്പോൾ താങ്കൾ ഭക്തരുടെ ആശ പൂർത്തീകരിക്കൂ. അവർക്ക് ഗിഫ്റ്റ് നേടിക്കൊടുക്കൂ. ദുഃഖിതരെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ. മുക്തിധാമത്തിൽ ശാന്തി നേടിക്കൊടുക്കൂ. ഈ ഗിഫ്റ്റ് നൽകൂ. ബ്രാഹ്മണ പരിവാരത്തിൽ ഓരോ ആത്മാവിനും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ഗിഫ്റ്റ് നൽകൂ. താങ്കളുടെ അടുക്കൽ ഗിഫ്റ്റിൻ്റെ സ്റ്റോക്കുണ്ടോ? സ്നേഹമുണ്ടോ? സഹയോഗമുണ്ടോ? മുക്തി നേടിക്കൊടുക്കാനുള്ള ശക്തിയുണ്ടോ? ആരുടെ അടുക്കൽ സ്റ്റോക്ക് വളരെയധികമുണ്ടോ അവർ കൈ ഉയർത്തൂ. സ്റ്റോക്കുണ്ടോ? സ്റ്റോക്ക് കുറവാണോ? ആദ്യത്തെ ലൈനിലുള്ളവരുടെ അടുക്കൽ സ്റ്റോക്ക് കുറവാണോ? ഈ ബ്രിജ് മോഹൻ കൈ ഉയർത്തുന്നില്ല. സ്റ്റോക്ക് ഉണ്ടല്ലോ. സ്റ്റോക്കുണ്ടോ? എല്ലാവരും ഉയർത്തി. സ്റ്റോക്കുണ്ടോ? എങ്കിൽ സ്റ്റോക്ക് സൂക്ഷിച്ചു വെച്ച് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശേഖരിച്ചു വച്ചിരിക്കുകയാണോ? ടീച്ചേഴ്സ് സ്റ്റോക്കുണ്ടോ? എങ്കിൽ നൽകണമല്ലോ. വിശാല ഹൃദയരാകൂ. മധുബനിലുള്ളവർ എന്തു ചെയ്യും? സ്റ്റോക്കുണ്ടോ? മധുബനിൽ ഉണ്ടോ? മധുബനിലാണെങ്കിൽ 4 ഭാഗത്തും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ദാതാവാകൂ. കേവലം ശേഖരിച്ചാൽ പോരാ, ദാതാവാകൂ. നൽകിക്കൊണ്ടിരിക്കൂ. ശരിയാണോ? ശരി. ഇപ്പോൾ ഓരോരുത്തരും സ്വയം തൻ്റെ മനസ്സിൻ്റെ അധികാരിയായി അനുഭവിച്ചുകൊണ്ട് 1 സെക്കൻഡിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുമോ? ഓർഡർ ചെയ്യാൻ സാധിക്കുമോ? 1 സെക്കൻഡിൽ തൻ്റെ സ്വീറ്റ് ഹോമിൽ എത്തിച്ചേരൂ. 1 സെക്കൻഡിൽ തൻ്റെ രാജ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരൂ.
മനസ്സ് താങ്കളുടെ ഓർഡർ മാനിക്കുന്നുണ്ടോ അതോ ചഞ്ചലത ഉണ്ടാക്കുന്നോ? മാലിക് അഥവാ യോഗ്യമാണെങ്കിൽ, ശക്തിവാനാണെങ്കിൽ മനസ്സ് അംഗീകരിക്കാതിരിക്കുക എന്നത് സാധ്യമേ അല്ല. അതിനാൽ ഇപ്പോൾ അഭ്യസിക്കൂ. 1 സെക്കൻഡിൽ എല്ലാവരും തൻ്റെ സ്വീറ്റ് ഹോമിൽ എത്തിച്ചേരൂ. ഈ അഭ്യാസം മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിൻ്റെ അറ്റൻഷൻ വയ്ക്കൂ. മനസ്സിൻ്റെ ഏകാഗ്രത സ്വയം തന്നെയും വായുമണ്ഡലത്തെയും പവർഫുൾ ആക്കുന്നു. ശരി, 4 ഭാഗത്തുമുള്ള സർവരുടെ സ്നേഹിയും സർവരുടെ സഹയോഗിയുമായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, 4 ഭാഗത്തുമുള്ള വിജയി കുട്ടികൾക്ക്, 4 ഭാഗത്തുമുള്ള പരിവർത്തന ശക്തിവാൻ ആത്മാക്കൾക്ക്, 4 ഭാഗത്തുമുള്ള സദാ സ്വയം തന്നെ പ്രത്യക്ഷമാക്കി ബാബയെ പ്രത്യക്ഷമാക്കുന്ന കുട്ടികൾക്ക്, സദാ പരിഹാര സ്വരൂപവും വിശ്വപരിവർത്തകരുമായ കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ സ്വീകരിച്ചാലും. ഒപ്പം എല്ലാ കുട്ടികൾക്കും ആരാണോ ബാബയുടെ ശിരസിലെ കിരീടം, ഇങ്ങനെയുള്ള ശിരസിലെ കിരീടമായ കുട്ടികൾക്ക് ബാപ്ദാദയുടെ നമസ്തേ. വരദാനം: മുരളീധരൻ്റെ മുരളിയോട് പ്രീതി വയ്ക്കുന്ന സദാ ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾക്ക് പഠനത്തോട്, അതായത് മുരളിയോട് സ്നേഹമുണ്ടോ അവർക്ക് സദാ ശക്തിശാലി ഭവയുടെ വരദാനം ലഭിക്കുന്നു. അവരുടെ മുന്നിൽ ഏതെങ്കിലും വിഘ്നത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. മുരളീധരനോട് പ്രീതി വയ്ക്കുക എന്നാൽ ആ ഒന്നിൻ്റെ മുരളിയോട് പ്രീതി വയ്ക്കുക എന്നർത്ഥം. മുരളീധരനോട് എനിക്ക് വളരെ പ്രീതിയുണ്ട്, പക്ഷേ പഠനത്തിന് വേണ്ടി ടൈമില്ല എന്നഥവാ ആരെങ്കിലും പറയുകയാണെങ്കിൽ ബാബ അംഗീകരിക്കുകയില്ല. കാരണം എവിടെ സ്നേഹമുണ്ടോ അവിടെ യാതൊരു ഒഴിവു കഴിവും ഉണ്ടാകുന്നില്ല. പഠനവും പരിവാരത്തിൻ്റെ സ്നേഹവും കോട്ടയായി മാറുന്നു. അതിലൂടെ അവർ സേഫായിരിക്കുന്നു. സ്ലോഗൻ: ഓരോ പരിതസ്ഥിതിയിലും സ്വയം തന്നെ മോൾഡാക്കൂ. അപ്പോൾ റിയൽ ഗോൾഡായി മാറും. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപം ആക്കൂ. യോഗത്തെ ജ്വാലാരൂപവും ശക്തിശാലിയും ആക്കുന്നതിനായി യോഗത്തിലിരിക്കുന്ന സമയത്ത് ഉൾക്കൊള്ളാനുള്ള ശക്തി യൂസ് ചെയ്യൂ. സേവനത്തിൻ്റെ സങ്കല്പം പോലും ഉൾക്കൊള്ളപ്പെടണം. ഇത്രയും ശക്തി ഉണ്ടാകണം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു സ്റ്റോപ്പായി. ഫുൾ ബ്രേക്ക് വീഴണം, അയഞ്ഞ ബ്രേക്കല്ല. അഥവാ 1 സെക്കൻഡിന് പകരം കൂടുതൽ സമയം എടുക്കുന്നുവെങ്കിൽ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ദുർബലമാണ് എന്ന് പറയും. ഓം ശാന്തി. സർവശ്രേഷ്ഠ സംഗമയുഗത്തിൻ്റെ ആദികാലമായ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭാഗ്യവിധാതാവായ ബാബ എനിക്ക് ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം നേടിത്തരുന്നതിനു വേണ്ടി സഹജമായി ഈശ്വരീയ ഖജനാവുകൾ പ്രാപ്തമാക്കിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഈശ്വര സ്നേഹത്തിൻ്റെ ഈ പ്രേരണാദായകമായ അലകൾ എന്നെ സ്പർശിക്കുന്നു. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ
സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ
എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.